ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പം ഇന്ന് ചെറിയൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിട്ടുള്ളൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ പ്രൊഡക്റ്റീവ് ഡേ അല്ല, നൈറ്റാണ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്താ പറയുക, വർക്കുകൾ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി കേട്ടോ. അപ്പോൾ നൈറ്റൊക്കെ ആയപ്പം എന്തായാലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താലോ വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ചെറിയ വ്ളോഗും കാര്യം, അപ്പോൾ വ്ളോഗ് എടുക്കാൻ തന്നെ കുറച്ച് കഷ്ടപ്പാടാണല്ലോ. അവിടെയും ഇവിടെയും ക്യാമറ വെച്ച് ചെയ്യാന്ന് പറയുന്നത്. ഡെയിലി എന്തായാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് റീൽസ് വീഡിയോ എടുക്കാനുണ്ടാവും. പക്ഷേ അതുപോലെ നമുക്ക് വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെയുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ അഹദൂനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സ്കൂളുകളിൽ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് ബലൂണിൻ്റെ ഈ ഹൂവർ ഒരു സംഭവം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഗ്രൂപ്പിൽ മിസ് തന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പം അതൊന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അവന്. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഈ നമ്മുടെ സ്ട്രോ ഉണ്ടല്ലോ, സ്ട്രോ വെച്ചിട്ടാണ് ഇതിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവരുടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ നിന്ന്. അപ്പം ഇതുപോലുള്ള വർക്കും കാര്യങ്ങളും ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വെച്ചാൽ സ്കൂൾ വിട്ട് വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം ഡേ ടൈം പറ്റണം എന്നില്ല. അതുകൊണ്ട് നൈറ്റിലേക്ക് വെക്കും കേട്ടോ. ഡേ ടൈമിലാണല്ലോ വീഡിയോ ഒക്കെ എടുക്കാൻ ഏറ്റവും ഞാൻ കൂടുതലെന്നല്ല വീഡിയോ എടുക്കാറ് തന്നെ ഉള്ളത്. റീൽസിനൊക്കെ ഡേ ടൈം തന്നെയാണ്, ഡേ ലൈറ്റിലാണ് വീഡിയോ എടുക്കുക. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിന്ന് കുറച്ച് DIY കാര്യങ്ങളും വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവൻ്റേത് വേഗം ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്നാൽ അവന് കിടക്കുകയും ചെയ്യാമല്ലോ, രാവിലെ നേരത്തെ പോകേണ്ടതായതുകൊണ്ട്. അങ്ങനെ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അവന് കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഇത് ക്ലേ അവന് കഴിച്ചിട്ട് ഫുള്ള് വേസ്റ്റായി കിടക്കുന്ന കുറേ ക്ലേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം കൂടെ ഒന്ന് വേർതിരിച്ച് വെക്കുകയാണ്. അപ്പം ഇപ്പം നാളെ അവന് സ്റ്റോറിക്ക് ചെയ്യാനുള്ള ക്ലേ മാത്രം ആണ് കേട്ടോ ഇപ്പോൾ കൊടുത്തു വിടുന്നത്. അപ്പം അതിന് വേണ്ട കളേഴ്സ് മാത്രം അതിൽ ഇട്ട് ഒക്കെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗിൽ സെറ്റ് ചെയ്ത് വെക്കണം. അതിൻ്റെ കൂടെ അവൻ അതിൻ്റെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് വേസ്റ്റായി കിടക്കുന്ന ഈ ഒരു ക്ലേ ഫുള്ള് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഗാസിക്ക് കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. അവനപ്പുറത്ത് ഈ ക്ലേ കണ്ടിട്ട് ഫുൾ കച്ചറുണ്ടാക്കുന്നുണ്ട് കേട്ടോ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ വേസ്റ്റായതൊക്കെ എടുത്തിട്ട് അവന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായിട്ട് കുറേ ഇങ്ങനെ കൊണ്ടുനടന്ന് കളിക്കും കേട്ടോ. അപ്പം പിന്നെ ഇത് അവന് കുറച്ച് വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ തന്നെ മിസ് അയച്ചു തരും കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് കറക്റ്റ് എടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ക്ലേയും കാര്യങ്ങളും ഒക്കെ അവൻ്റേത് ഫുള്ള് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആക്ച്വലി ഇതാണ് കേട്ടോ എൻ്റെ ശരിക്കും വർക്കിംഗ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് DIY വീഡിയോസൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ടേബിളിന് ഫുള്ള് നിറഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി എനിക്ക് ഇന്ന് ചെയ്യാനുള്ള വർക്ക് എന്ന് പറയുന്നത് റെസിൻ്റെ കാർ ഹാങ്ങിങ്ങും പിന്നെ ഒരു കീ ചെയിനുമാണ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പം ഒന്ന് നാളെ പിക്കപ്പ് വരും എന്നാണ് പറഞ്ഞത്. അപ്പം ഇന്ന് നൈറ്റാണെങ്കിൽ പിറ്റേന്ന് കേട്ടോ. പിന്നെ ഒരു കീ ചെയിനും കാർ ഹാങ്ങിങ്ങും എന്ന് പറയുന്നത് ഒരാൾക്കുള്ളതാണ്. അവർക്ക് മറ്റന്നാളാണ് നമ്മൾ കൊറിയർ ചെയ്യേണ്ടത്. അപ്പോൾ 2 വർക്കും നാളെ ഫുൾ സെറ്റ് ചെയ്ത് വെക്കണം. വീഡിയോയും എടുക്കണം, റീൽസ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് പാക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഇന്ന് തന്നെ റെഡിയാക്കണം. അപ്പോൾ റെസിന് വേണ്ട സാധനങ്ങളൊക്കെ ഒരു ഇതിലാണ് ഇട്ടിട്ട് വെക്കാറുള്ളത്. ഒരു കേസിലോ അല്ലെങ്കിൽ ബോക്സിലോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഒരേ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്, ഒരേ ഇതിൽ വെക്കും. അപ്പം ഇതിൻ്റെ റെസിൻ്റെ മോൾഡും പിഗ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആ ഒരു കേസിലാണ് കേട്ടോ ഞാൻ ഇട്ട് വെച്ചത്. എന്നിട്ട് ഓരോന്നും ഓർഗനൈസിങ് ബോക്സിലും ഷെൽഫിലും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഓരോ സാധനങ്ങൾ വെക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമുക്ക് നാളെ പിക്കപ്പ് വരും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാർ ഹാങ്ങിങ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു കീ ചെയിൻ നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ
പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക എലമെൻറ്റ്സ് അതിൽ ഒരു ചെറിയൊരു കുഞ്ഞു ഹേർട്ട് ഷേപ്പ് ഉണ്ട്. പിന്നെ ഞാൻ ഇത് പല രീതിയിൽ ഹാങ്ങിങ് ചെയ്യാറുണ്ട്. അപ്പോൾ കൂടുതലും എൻ്റേത് ഇതുപോലെ പേളൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ ചിലപ്പോൾ തസ്ബി അങ്ങനത്തെ മാലകളും അല്ലെങ്കിൽ സാധാ നമ്മുടെ നോർമൽ മുത്തുമാലൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തതൊക്കെ കാണുമ്പം വാങ്ങി വെക്കാറുണ്ട് കേട്ടോ. നല്ല സ്റ്റോണും നല്ല പേളും കാര്യങ്ങളൊക്കെ ഭംഗിയുള്ളതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പം അത് ഞാനിപ്പം ചെയ്തെടുക്കാറുള്ള ഇതുപോലെ ഇലാസ്റ്റിക് ടൈപ്പ് ആയിട്ടുള്ള ത്രെഡിലാണ്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഹാങ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ സ്ക്രൂ പിന്നൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് അതുപോലെ മിനി ടൈപ്പ് ആയിട്ടുള്ള ഡ്രില്ലറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് ചെറിയ DIYയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. റെസിന് മാത്രമല്ല കേട്ടോ, ചെറിയ കുഞ്ഞു എൻഗ്രാവിങ്ങും കാര്യങ്ങളൊക്കെ ഇത് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇതിലുള്ള ഇതാണ് ഒരു മിനി ഡ്രില്ലറായിട്ട് വരുന്നത്. പിന്നെ അതിന് ഇതുപോലെ നമുക്ക് പ്ലഗിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ കുറച്ച് സ്ക്രൂവും പിന്നെ എൻഗ്രാവ് ചെയ്യുന്നൊക്കെ ആയിട്ടുള്ള കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഞാനിപ്പോൾ ഓരോ സാധനങ്ങളും ഓരോ ഇതുപോലെ ചെറിയ ഇതുപോലെ കേസിൽ എടുത്ത് വെക്കലുണ്ട് കേട്ടോ. ബോക്സിലും എടുത്ത് വെക്കലുണ്ട്. അപ്പം ഒരുപാട് ബോക്സ് വെക്കുമ്പോൾ നമുക്ക് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ കീസിലും ആക്കി വെക്കും. കീസിൽ ആക്കി വെക്കുമ്പോൾ കുറച്ചും കൂടി ഒരു സ്റ്റോറേജ് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ടോ. പക്ഷേ എല്ലാം അങ്ങനെ കീസിൽ വെക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ഇത് കിട്ടൂല കേട്ടോ. എന്താ പറയുക, ഒരു ഓർഗനൈസിങ് ഒരു വൃത്തി കിട്ടൂല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കേട്ടോ ഡ്രില്ല് ചെയ്യുന്നത്. അപ്പം ഇതിൽ പല സൈസിലുള്ള സ്ക്രൂ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാനിപ്പോൾ ഇപ്പം നമ്മളെടുക്കുന്ന ഏത് ഹോളിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ക്രൂവിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ക്രൂ ഏതാണ് നമുക്ക് ഡ്രിൽ ചെയ്യാൻ എടുക്കേണ്ടതെന്നുള്ളത് പിന്നെ നോക്കേണ്ടത് കേട്ടോ. അപ്പം ആ ഒരു സെയിം സൈസ് ഉള്ളത് നോക്കിയെടുത്തിട്ട് നമുക്കിതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതുപോലെ ഇപ്പം വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് മുമ്പൊക്കെ ചെയ്തതാണ് കേട്ടോ. അപ്പം ഇതിൽ എന്തെങ്കിലും എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. പിന്നെ അപ്പം ഇതിൽ ഇതുപോലെ ഒരു ഹോൾഡർ വരുന്നുണ്ട്. അപ്പം ഇതിന് നമ്മളെടുക്കുന്ന ഒരു സ്ക്രൂവിന് സൈസ് കറക്റ്റ് ആവുന്ന ഒരു ഹോൾഡർ നമ്മൾ എടുത്തതിന് ശേഷം ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പം ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പം അതിൽ ഇത് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ അവിടെ ഒരു ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റിയൊരു പിന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മളിത് ഫുള്ള് ടൈറ്റാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ടൈറ്റ് തന്നെ ആക്കണം കേട്ടോ. അപ്പം ഇനി ഫുള്ള് എല്ലാം ഒന്ന് ഡ്രിൽ ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. ഫസ്റ്റ് അത് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കാൻ വിചാരിക്കുന്നത്. അപ്പം ഇതൊക്കെ അതിനുശേഷം നമുക്കിതാ ഇതുപോലൊരു പ്ലഗ് ഉണ്ടാകും. അപ്പം ഇത് നമ്മൾ ഈ ഹോളിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മളിതുപോലെ നേരെ വെച്ചിട്ട് ചെയ്യാൻ നോക്കട്ടോ. അതല്ലെങ്കിൽ ചരിഞ്ഞൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐപ്പിൻ ഇടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അത് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ഈ 8000 ഗ്ലൂ ഉണ്ടല്ലോ അത് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ടൈറ്റാക്കി ആക്കി കൊടുക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സെക്യൂർ ആണല്ലോ. അഥവാ ഇപ്പോഴെങ്കിലും അത് ഇതായിപ്പോയാലോ എന്നുള്ളൊരു ഉറപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പം അത് ഫുള്ള് എല്ലാത്തിനും ഈ ഐസ് ക്രൂ ഒക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹാങ്ങിങ് സംഭവം ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഹാങ്ങിങ് ഞാൻ ഇലാസ്റ്റിക് ത്രെഡിലാണ് ചെയ്തെടുക്കാറുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിലാണ് നമ്മൾ ഈ ഒരു കുറച്ച് പേള് യൂസ് ചെയ്തെടുക്കുകയാണ്. അപ്പം കുറച്ച് ചെയ്തപ്പോഴേക്ക് തന്നെ ഇവിടെ കിടക്കാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് സ്കൂളുള്ളതുകൊണ്ട് തന്നെ അവന് വേഗം ഉറക്കണമല്ലോ. അപ്പം നമുക്കായാലും രാവിലെ എണീക്കണം എന്നുണ്ടെങ്കിൽ വേഗം ഉറങ്ങണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അവർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ വേഗം അപ്പം ഇനി ബാക്കിയുള്ളത് ഇനി രാവിലെ ചെയ്യാൻ വിചാരിച്ച് പോയി ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും അച്ചാറുമാണ് കേട്ടോ ഇന്നത്തെ ഫുഡുള്ളത് രാത്രി. വന്നപ്പോഴേക്ക് കാസി ഓടി വന്ന് കിട്ടും.
അപ്പോൾ രാവിലെ എണീറ്റ് വന്നാൽ ഫസ്റ്റ് തന്നെ ഞാൻ ഫുൾ ബ്രഷ് ചെയ്യുന്നതിൻ്റെ ഒക്കെ മുമ്പായിട്ട് തന്നെ കുറച്ച് വെള്ളം കുടിക്കും കേട്ടോ. അപ്പം അതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേറൊരു കാർ ഹാങ്ങിങ് കൂടെ കൊടുക്കാനുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വന്ന് നോക്കുകയാണ് എന്തായിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ആദ്യം തന്നെ അത് ഒരു സമാധാനം ആണല്ലോ, നമ്മൾ ചെയ്ത് എന്താണെന്നുള്ളത് റെസിനായതുകൊണ്ട് തന്നെ. അപ്പം വേഗം പിന്നെ ചടപടാന്നുള്ള പണികളാണ്. അപ്പോൾ സ്കൂളിലെ സമയം എന്ന് പറയുന്നത് നല്ല തിരക്കുള്ളൊരു ടൈമായിരിക്കുമല്ലോ രാവിലെ എന്ന് പറയുന്നത്. അപ്പം രാവിലെ ഒരു 6:45 ആകുമ്പോഴാണ് റൂമിൽ നിന്ന് പോവുക. അപ്പോൾ സേഫുക്ക തന്നെയാണ് കേട്ടോ കൊണ്ട് വിടാറുള്ളത്. പിന്നെ ഉച്ച ഒരു 1:30 ആകുമ്പോഴാണ് തിരിച്ച് വരിക. അപ്പോൾ നമ്മൾ പ്രൈവറ്റായിട്ടൊരു വണ്ടി ഏൽപ്പിച്ചാണ് കേട്ടോ അവർ ഇവിടെ ഡ്രോപ്പ് ചെയ്തോളും. പിന്നെ ചെറിയൊരു ബോക്സിൽ അവന് വേണ്ട കുറച്ച് സ്നാക്കും കാര്യങ്ങളും, കുറച്ച് നട്ട്സും എന്തെങ്കിലും ഒരു സ്നാക്ക് വെക്കും. പിന്നെ ഒന്ന് അവന് കൊണ്ടുപോകുന്നത് അടയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സ്നാക്ക് ഐറ്റംസ് ആണ് കേട്ടോ അവന് ബ്രേക്ക്ഫാസ്റ്റ്, ഈ ദോശ, പത്തിരി അങ്ങനെയുള്ള സാധനത്തിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം. അങ്ങനെ പിന്നെ അതുവിനെ ഡ്രോപ്പ് ചെയ്ത് പിന്നെ തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സെഫ്ക പോകാൻ കേട്ടോ. അപ്പം ഇതുപോലെ ട്രാവൽ കപ്പിൽ ചായ ചിലപ്പോൾ എടുക്കും കേട്ടോ, ടൈമില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെ പിന്നെ ഞാനിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ പിന്നെയാണ് കേട്ടോ ഞാൻ ചായ കുടിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ പത്തിരിയും ചിക്കൻ കറി ഇന്നലത്തെ, പിന്നെ ഒരു ബ്രെഡും പിന്നെ ചായയും, ഇതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ പിന്നെ വീണ്ടും ഇതാണ് ഇന്നലെ ഞാൻ എടുത്ത് വെച്ച് പകുതിയാക്കിയിട്ടുള്ള ഒരു കോലം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ ഗാസി എണീറ്റിട്ടില്ല, അവൻ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെയെന്ന് വെച്ചാൽ, അപ്പോൾ ഇതുപോലെ വർക്കൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് ഒരു റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഫോണിൽ ഉള്ള നമ്മുടെ എന്തെങ്കിലും എൻക്വയറീസും മെസ്സേജസും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ ഏതെങ്കിലും റിപ്ലൈസ് കൊടുക്കാനുള്ളതും കാര്യങ്ങളും കമൻറ്റും ഒക്കെ ആയിട്ട് ഒന്ന് ജസ്റ്റ് ഓടിച്ചെല്ലാം ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ, ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ തന്നെ. പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഓൾറെഡി പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഓർഡേഴ്സിൻ്റെ ഒക്കെ എന്തെങ്കിലും ഡട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യും കേട്ടോ ഈ ഒരു ടൈം. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ഒരു കാർ ഹാങ്ങിങ് എനിക്ക് ഇന്ന് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പിക്കപ്പ് വരുമെന്ന്. അപ്പോൾ അവർക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെ റെഡി ആയി എന്നുള്ളത്. അപ്പം എപ്പോഴാണ് വരികയെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് സെയിം ഒന്നും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവർ ആക്ച്വലി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ബ്ലാക്കും വൈറ്റിലും ആണല്ലോ ഞാൻ ചെയ്തത്. അപ്പോൾ ഒന്ന് ബ്ലാക്ക് ഒന്ന് വൈറ്റിലും ചെയ്യാനെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറഞ്ഞതെന്ന്. അപ്പം അതുപോലെയാണല്ലോ ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അതുപോലെ തന്നെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചു കേട്ടോ. ഇത് കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടമായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പം ഇതുപോലെ നമുക്ക് വിചാരിക്കാത്ത, നമ്മുടെ ഷെഡ്യൂളിലൊന്നും ഇല്ലാത്ത ചില പണികൾ ഇങ്ങനെ എക്സ്ട്രാ കയറി വരും കേട്ടോ. അപ്പോൾ ആ ഒരു പണിയും കൂടെ ഒന്ന് ചെയ്യണം എന്നുണ്ട്, കാരണം അവർക്ക് 2 ദിവസം കൊണ്ട് എൻ്റെ സാധനം കൊടുക്കണം. പിന്നുള്ളത് എൻ്റെ ടു ഡു ലിസ്റ്റാണ്. അപ്പോൾ ടു ഡു ലിസ്റ്റ് എന്നും ചെയ്യും കേട്ടോ. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ടു ഡു ലിസ്റ്റൊക്കെ എങ്ങനെയാണെന്നൊന്ന് നോക്കുകയാണ്. പിന്നെ എനിക്ക് എന്തൊക്കെ ഇനി ചെയ്യാറുണ്ട്, പിന്നെ ഇപ്പോൾ വന്ന എക്സ്ട്രാ പണികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഡെയിലി എന്ന് പറഞ്ഞോണം വീഡിയോസ് ഇടാറുണ്ട് നമ്മുടെ ഇങ്കിൻ്റെ പേജിൽ കേട്ടോ. അപ്പം അതിൽ ഉള്ള വീഡിയോസ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ബുക്കിൽ എഴുതി വെക്കാറുണ്ട് കേട്ടോ. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം നമ്മുടെ ഈ ഒരു പേളൊക്കെ ഒന്ന് കോർത്തെടുക്കണം ഹാങ്ങിങ്ങിനുള്ള. അപ്പോൾ 3 എണ്ണം ആയല്ലോ. അപ്പം ഇപ്പം 3ാമത് വന്നതിൻ്റെയും കൂടെ ഞാൻ ഇപ്പം തന്നെ ഈ പേളങ്ങ് കോർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം പിന്നെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ച് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതും കൂടെ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് റെസിനെ ഒന്നും കൂടെ ഒഴിച്ച് വെക്കണം. അപ്പം ഇതൊന്ന് പെട്ടെന്ന് പരിപാടി തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ടൈമിൽ ഞാനിപ്പോൾ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് അധികം അങ്ങനെ ബോറടിക്കില്ലല്ലോ. ആ ഒരു താളത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ഒന്ന് റിലാക്സ് ആയിട്ട് അങ്ങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ലേ നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പണികളും, ഇപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള പണികളും അല്ലാതെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും കാര്യം ഡെയിലി ചെയ്യാൻ നോക്കണം കേട്ടോ. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എനിക്കിപ്പോൾ ഒരു ദിവസം ഇപ്പോൾ എന്തെങ്കിലും കാരണത്താൽ എനിക്കൊന്നും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും, ഇന്നത്തെ ദിവസം എന്തിനു
പറ്റി, ഞാൻ എന്തിനു യൂസ് ചെയ്തു ഇന്നത്തെ ദിവസം, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പം അത് എപ്പോഴും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരുപാട് എവിടെയും എത്തിയെന്നൊന്നല്ല, പക്ഷെ എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു കോഴ്സും പരിപാടിയും സെൽഫ് ലേണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ പണിയുണ്ട്. അപ്പോൾ അതെന്തായാലും ഡെയിലി ഒരു 1 അവർ അതിന് വേണ്ടി മാറ്റി വെക്കലുണ്ട് കേട്ടോ. അത് ഞാനിപ്പം വീണ്ടും ജോബ് ജോയിൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് നമ്മുടെ സ്കില്ലൊന്ന് പ്രിപ്പയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ചെയ്യാണ്. അപ്പോൾ അത് ഡെയിലി ആ ഒരു 1 അവർ അതിനുള്ളതാണ് എന്നുള്ളത് ഒരു ഫിക്സ് ആക്കിയിട്ട് അങ്ങ് വെക്കാറുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് നമുക്ക് ആദ്യം എടുത്ത് വെക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ എല്ലാം കൂടെ നിറഞ്ഞ് നിൽക്കില്ലല്ലോ. അപ്പോൾ ഉള്ള പണീൻ്റെ സാധനങ്ങൾ മാത്രം പുറത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പം ഇതൊന്നും ആണെങ്കിൽ ഇപ്പം ഇനി ആവശ്യമില്ല. അപ്പം ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കണം. അങ്ങനെ അപ്പോഴേക്കും കാസ് എണീച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ ഒന്ന് അവൻ്റെ കാര്യങ്ങളും ഫുഡും ഒക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് അവൻ്റെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ അവന് കാർട്ടൂൺ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ എന്നോട് പറഞ്ഞു തരുന്നുണ്ട് ഏതാ വെക്കണ്ട് എന്നൊക്കെ. അങ്ങനെ പിന്നെ ബെഡൊക്കെ ഒന്ന് ഒതുക്കി ബ്ലാങ്കറ്റൊക്കെ മടക്കി റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് റൂമിലേക്ക് വരുമ്പം ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവും കേട്ടോ. ബെഡ് നമ്മൾ നന്നാക്കി വൃത്തിയാക്കി വെച്ചാൽ തന്നെ റൂമിൽ പകുതി പണി കഴിഞ്ഞ പോലെ ഉണ്ടാവും. അപ്പം അതൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. അതിനുശേഷം അപ്പം ഞാൻ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള റെസിൻ്റെ കാർ ഹാങ്ങിങ്ങും പിന്നെ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു റെസിൻ്റെ കീ ചെയിനും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരാൾക്കുള്ളതാണ്. അപ്പം ഈ ഹാങ് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് ഈ ഒരു കാർ ഹാങ്ങിങ്ങിലൊന്ന് ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഒരു കാർ ഹാങ്ങിങ്. പിന്നെ ഇത് ആണ് നെക്സ്റ്റ് കേട്ടോ. അപ്പം ഇത് രണ്ടും 2 സൈസിലാണ് വരുന്ന ഡയമീറ്റർ. ആദ്യത്തേത് ഇതിപ്പം ഒരു 8 സെൻറ്റിമീറ്ററിൻ്റെതും പിന്നെ മറ്റേ ചെറുത് ഒരു 6 സെൻറ്റിമീറ്ററുമാണ് നമ്മുടെ ആ ഒരു ഡയമീറ്റർ വരുന്നത് കേട്ടോ. അപ്പം ഇനി ഞാൻ പറഞ്ഞില്ല എക്സ്ട്രാ വന്നിട്ടുള്ളൊരു പണി എന്ന് പറയുന്നത് ഒരു കാർ ഹാങ്ങിങ് കൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം അതിൻ്റെ ഇതൊന്ന് ഞാൻ ബേസ് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ബേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റെസിനാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഇത് ഇവിടെ UAE-ലൊക്കെ ഉള്ള ഒരു ടൈപ്പ് റെസിനാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി റെസിനാണ് കേട്ടോ. കാരണം ഇത് പെട്ടെന്നൊരു 5-6 മണിക്കൂർ കൊണ്ട് തന്നെ ഫുള്ള് സെറ്റ് ആവട്ടോ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് എന്തെങ്കിലും ലെയറും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം മറ്റേ അല്ലാതെ ആർട്ടും ആ റെസിനൊക്കെ എന്ന് വെച്ചാൽ എന്തായാലും ഒരു 10-12 മണിക്കൂർ കഴിഞ്ഞാലല്ലേ നമുക്ക് ടച്ച് ചെയ്യാൻ പോലും പറ്റുള്ളൂ. അപ്പം ഇത് ടച്ച് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് അടുത്തൊരു പിന്നെ ഇതിൻ്റെ ലെയർ ചെയ്യാനൊക്കെ പറ്റും. അപ്പം അതാണ് ഞാൻ ബേസായിട്ട് എപ്പോഴും ചെയ്യാറുള്ളത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ മറ്റേ ആർട്ടിൻ്റെ ഒന്നും മാതിരി അത്ര ഒരു ഗ്ലാസി എഫക്റ്റ് ഉണ്ടാവില്ല ഫ്രണ്ട് നമ്മളൊരു ലെയർ നോക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മുകളിൽ ഞാൻ ആ ഒരു ആർട്ട് ചെയ്യും, ബേസായിട്ട് ഇതും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മുടെ വർക്കൊക്കെ ഇന്നത്തെ പരിപാടിയൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടും കേട്ടോ. അപ്പം പിന്നെ ഇതിനി നമുക്ക് വീഡിയോ എടുക്കാണ്ട് കേട്ടോ, റീല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ഞാനിപ്പോൾ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല. അതൊരു ആഫ്റ്റർനൂണാണ് വീഡിയോ എടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഒരു നൈറ്റ് ഇങ്ങനെ പ്രൊഡക്റ്റീവ് വർക്കൊക്കെ എങ്ങനെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്താണ്. പക്ഷെ അത് രാവിലെയും കൂടെ ചെയ്തപ്പോഴാണ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് പറയണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പം ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.